ഈ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ഇൻഫ്ലു ആണുങ്ങളെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇപ്പൊ അറിയുമായിരിക്കാം. കുറെ എണ്ണം ഈ ശരീര പ്രദർശനം കാണിച്ച് തന്നെ പണം ഉണ്ടാക്കുന്ന ആളുകളാണ്. ചില ആളുകൾ വിധവാ കാർഡ് ഇറക്കും, ചില ആളുകൾ സാമ്പത്തികമായിട്ട് ഒരുപാടുണ്ട് എന്നാലും കുറച്ചും കൂടി കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കാണിക്കൂ, ചില ആളുകൾ ഒന്നും ഉണ്ടാവൂല എന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ച് ജീവിക്കാം എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടാവും. ഈ ജനങ്ങളുടെ മുന്നിലേക്ക് ഇത്തരം വീഡിയോസ് ഇട്ട് കൊടുക്കുമ്പോൾ ഇപ്പൊ 300 റുപ്യക്കും 390 റുപ്യക്കൊക്കെ പല രീതിയിലാണ് ആളുകൾ ഇത് കാണിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ചില ആളുകളെങ്കിലും ഇവരെ നേരിൽ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും വൃത്തികേട് കാണിക്കാനുള്ള സാധ്യതയില്ലേ? ഇതൊന്നും കാണിക്കാതെ നടക്കുന്ന ആളുകൾക്ക് പോലും സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ട്രെയിനിൽ വെച്ച് പീഡനം, മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഡൽഹിയിൽ ഡ്രൈവറും ക്ലീനറും ചേർന്നുകൊണ്ട് ബസ്സിൽ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാന്യം മര്യാദക്ക് ജീവിക്കുന്ന ആളുകൾക്ക് പോലും ഇതുണ്ട്. അപ്പൊ ഈ ശരീരം കാണിച്ചു നടക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? കർണാടകയിൽ നടന്ന ഒരു കാര്യമാണ്, നിങ്ങളിത് കാണണം. വേദലക്ഷ്മി എന്ന് പറയുന്ന നമ്മുടെ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സ്ത്രീ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ മുഴുവൻ കേൾക്കണം കേട്ടോ. നമ്മുടെ നാട് എങ്ങനെ അധപ്പതിച്ചു എന്നൊന്നും മനസ്സിലാക്കി വെച്ചോളൂ. നിങ്ങൾക്ക് ഈ സബ്സ്ക്രിപ്ഷന്റെയും എക്സ്ക്ലൂസീവ് കോണ്ടന്റിന്റെ ഒക്കെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്നറിയോ? ഈ വീഡിയോ എസ്പെഷ്യലി സമൂഹത്തിലേക്ക് കുറച്ച് ബാഡ് ഇമ്പാക്ട് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ്, വ്ളോഗേഴ്സ് ആൻഡ് സെലിബ്രിറ്റീസിന് എക്സ്ക്ലൂസീവ്ലി ഉള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ കണ്ട വീഡിയോ തെലങ്കാനയിലെ ആങ്കർ, ആക്ട്രസ്, എക്സ് BB കോണ്ടസ്റ്റന്റ് ഒക്കെ ആയിരുന്ന വിഷ്ണുപ്രിയ സബ്സ്ക്രിപ്ഷന്റെ പേരിൽ നേരിടുന്ന ഒരു പരസ്യ മാധ്യമ വിചാരണയാണ്. അടിപൊളി. നാളെ ഇത് ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ കഴിയില്ല. നമുക്ക് അവരെ കൂടെ നിൽക്കാൻ കഴിയും. എന്തിനാടാ നിങ്ങൾ അവരെ അങ്ങനെയാക്കിയത് ഇങ്ങനെയാക്കിയത് പറഞ്ഞിട്ട് നമുക്ക് ആ ആക്രമിക്കപ്പെട്ടത് ആരാണ് അവരുടെ കൂടെ നിൽക്കാൻ കഴിയും. വാക്കുകൊണ്ട് അവർ കാണിച്ചു കൂട്ടിയ ഈ ഊളത്തരങ്ങൾ നമ്മൾ എങ്ങനെയാണ് പൊക്കിപ്പിടിക്കുക? ഒരിക്കലും പൊക്കിപ്പിടിക്കാൻ കഴിയില്ല. പക്ഷെ ഒരു സ്ത്രീ ആക്രമിച്ചാൽ നമ്മൾ എന്തായാലും ആ സ്ത്രീയുടെ കൂടെ തന്നെയാണ് നിൽക്കുക. പക്ഷെ അവരിങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? ഇപ്പൊ ചർച്ച വേറെ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ലക്ഷ്യം ഒന്നാ ഉണ്ടായിരുന്നുള്ളൂ. ഈ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവും, മാതാപിതാക്കൾക്കുള്ള വീഡിയോ ആണ്. മക്കൾ ഈ രീതിയിൽ ആവാതിരിക്കാൻ നമ്മൾ പണിയെടുക്കുക, പ്രവർത്തിക്കുക, അവരെ നേർവഴിയിലേക്ക് നയിക്കുക എന്നാണ് എന്റെ വീഡിയോന്റെ ലക്ഷ്യം. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് എക്സ്ട്രീം ലെവലിൽ ഇങ്ങനെ നടക്കുന്നു എന്നറിയുമ്പോൾ അത്ഭുതപ്പെടാൻ എന്തായിരിക്കുന്നേ? അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. ഞാൻ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്കല്ലേ കാണിക്കുന്നത്, നിങ്ങൾ അത് കണ്ട് ആസ്വദിച്ചിട്ട് അപ്പുറത്തിട്ട് കളിക്കുന്നവരല്ലേ എന്നൊക്കെയാണ് ചില ആളുകൾ ചോദിക്കുന്നത്. രണസുനൊക്കെ ഇതിന്റെ മെയിൻ ആളാണ് ഈ ഊളത്തരം കാണിച്ച് നടക്കുന്നതിൽ. ഇപ്പോ ഹൻസിക കൃഷ്ണകുമാറിന്റെ കഥ നിങ്ങൾക്ക് അറിയാമല്ലോ. അയാൾ മക്കളെ വളർത്തിയ രീതിയെ കുറിച്ചിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആള് തന്നെ പറഞ്ഞിട്ട കാര്യങ്ങൾ കിടക്കുന്നുണ്ട് ഇന്റർവ്യൂകളിലായിട്ട്. എന്നിട്ടോ അവർ പോകുന്ന രീതി അതാണെന്നുള്ളതാണ്. കഴിഞ്ഞിട്ടില്ല, എന്താ സംഭവിച്ചെന്ന് അറിയണ്ടേ ആ ഒരു പെണ്ണിന്? വിജയവാഡയിലെ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ച് യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്നുള്ള പേരിൽ ഹൈദരാബാദ് പോലീസിന് കൊടുത്ത ഒരു കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. 2 ദിവസം മുന്നേ ടെലിഗ്രാം മാഫിയ കോൾ ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കോൾ ഔട്ട് ചെയ്യുന്നതിന് മുന്നേ എസ്പെഷ്യലി കേരളത്തിലെ ക്രിയേറ്റേഴ്സ്, വ്ളോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റീസ് അങ്ങനെ കുറച്ച് പേരുടെ കാര്യങ്ങളും കോൾ ഔട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എസ്പെഷ്യലി സ്ത്രീകൾ. ഇതിപ്പോ വൈറലായി കിടക്കുന്ന വീഡിയോ ആയതുകൊണ്ട് മാത്രമാട്ടോ എക്സാമ്പിൾ ആയിട്ട് ഈ വീഡിയോ കാണിച്ചത്. അതിന്റെ അപ്പുറത്തേക്ക് കാണിക്കാനാണെങ്കിൽ ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ്. രാത്രി കാലങ്ങളിൽ ലൈവ് വീഡിയോ പരിപാടികൾ സബ്സ്ക്രിപ്ഷൻ പരിപാടി തന്നെയാണെന്നുള്ള കുറെ എണ്ണം ഉണ്ട്. എന്ത് വൃത്തികെട്ട പരിപാടി കാണിക്കുന്ന ആളുകൾ ഉണ്ടെന്ന് അറിയാം. ഇതൊക്കെ കാണുന്ന ചില ആളുകളെങ്കിലും ഇൻഫ്ലുവൻസ് ആയിട്ട്, കുറെ ഇൻഫ്ലുവാണുകൾ ഉണ്ടല്ലോ, ഇത് കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ആ രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചാൽ എന്താവും അവസ്ഥ? അതൊന്നും മാതാപിതാക്കൾക്ക് താങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മൾ സ്വാതന്ത്ര്യം വാരിക്കോരി കൊടുത്തു എന്നൊക്കെ പറയുമല്ലോ, പക്ഷെ വാരിക്കോരി കൊടുക്കണം. ചില സ്ഥലങ്ങളിൽ അത് ചവിട്ടി ബ്ലോക്ക് ചെയ്യും വേണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നാളെ ഭാവിയിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും. അപ്പോ കുറെ ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റീസ്, കുറെ ആളുകൾ ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോയി. സിനിമയിൽ അഭിനയിച്ച് അവസരം കിട്ടാത്ത കുറെ എണ്ണം ഇപ്പോ അത് വീഡിയോയിലൂടെ കാണിച്ച് സബ്സ്ക്രിപ്ഷനും വാങ്ങി പണം വാങ്ങി തിന്ന് ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനെതിരെ പ്രതികരിക്കാൻ കുറച്ച് സ്ത്രീകളെങ്കിലും വരുന്നുണ്ടല്ലോ, അതന്നെ വലിയ ഭാഗ്യം. സ്ത്രീ സുരക്ഷയ്ക്ക് ഇത്രയും ഊന്നൽ കൊടുക്കുന്ന ഇന്നത്തെ കാലത്ത് തന്നെ സമൂഹത്തിന് മാതൃക ആവേണ്ടവർ തന്നെ പണത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു വലിയ വിഭാഗത്തിനെ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ഉൾപ്പെടെ സൗത്ത് ഇന്ത്യയിലെ ലീഡിംഗ് സെലിബ്രിറ്റീസ് ആയിരുന്ന കിരൺ റാത്തോർ, പൂനം ബാജ്വ തുടങ്ങിയ മുൻനിര നായികമാർ പോലും സബ്സ്ക്രിപ്ഷന്റെ പേരിൽ നഗ്നതാ പ്രദർശനം നടത്തി പണം സമ്പാദിക്കുന്നുണ്ട്. ഇത് കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം കേരളത്തിലെ ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, വ്ളോഗേഴ്സ് ഒക്കെ ആയിട്ടുള്ളവർ, അതും 1 മില്യൺ 2 മില്യൺസ് ഒക്കെ ഫോളോവേഴ്സ് ഉള്ളവർ തന്നെ ഇതേ വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. പണമായിരിക്കാം മെയിൻ മോട്ടീവ്. പക്ഷേ അവര് പണം കൊടുത്ത് കുറച്ച് ആളുകൾ മാത്രം കാണും എന്ന് വിചാരിക്കുന്ന ഈ കോണ്ടന്റ്സ് അത് പിന്നെ റീ റെക്കോർഡ് ചെയ്തിട്ട് തുടർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക ഡീപ് വെബ് പോലുള്ള സ്ഥലങ്ങളിൽ. ഇവര് കുറച്ച് ഭാഗങ്ങൾ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ചെയ്യും.
അത് ഇവര് സബിന് ഇട്ട് കൊടുക്കും കേട്ടോ. കുറെ ആളുകളുണ്ട്. രണസുനൊക്കെ ഓരോ വീഡിയോസ് ഇടുന്നില്ലേ, അവര് നാക്കുകൊണ്ടൊക്കെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നില്ലേ. ഇവരുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് എടുത്ത് വളരെ സാങ്കേതികമായിട്ട് ഈ കാലഘട്ടത്തിൽ എഡിറ്റിംഗ് ആണെന്ന് പോലും കണ്ടാൽ തിരിച്ചറിയാത്ത രീതിയിൽ കറക്റ്റ് ഒറിജിനാലിറ്റിയോട് കൂടിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. വൃത്തികേടിന് വേണ്ടി പണിയെടുക്കുന്നവരുണ്ടാവാം. നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ രീതിയിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. വെറും ഫോട്ടോ മുഖം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ബാക്കി ശരീരഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് AI വഴി ഉപയോഗിച്ചുകൊണ്ട് സകലമാന സൈറ്റുകളിലും ഇട്ട് പണം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. വാർത്തകളിലൂടെ ഒരുപാട് കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ സമയത്താണ് ഞാൻ എക്സ്ക്ലൂസീവ് ഇട്ടിട്ട് സബ്സ്ക്രിപ്ഷൻ വഴി ജീവിക്കുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉളുപ്പില്ലാതെ സംസാരിക്കുന്നത്. നാളെ ഇത് സിമ്പിളായിട്ട് ഇവരുടെ ശരീരഘടന അവർ കാണിക്കുന്നുണ്ട്, അവര് അത് വെച്ച് ഡാൻസ് കളിക്കുന്നുണ്ട്, പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഈ ചേഷ്ടികൾ മാത്രം മതി. നിങ്ങളത് ചിന്തിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട്? പണം ഇപ്പൊ വരും, നാളെ പോവും. മറ്റന്ന ഒരു മനുഷ്യന് നിങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല, സ്വന്തം മക്കള് പോലും നിങ്ങളെ ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. എന്റെ അമ്മ അല്ലെങ്കിൽ എന്റെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഇങ്ങനെയാണ് പണം ഉണ്ടാക്കിയത് എന്ന രീതിയിൽ അവർ ചിന്തിക്കില്ലേ? അപ്പൊ കാണിച്ചുകൊണ്ട് ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ മാനാഭിമാനമുള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല അത്. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു ഓഡിയൻസിലോട്ട് മാത്രമല്ല ഈ കോണ്ടന്റ്സ് എത്തുന്നത്. ഡേ ടു ഡേ ലൈഫിൽ സാധാരണക്കാർ എല്ലാ ദിവസവും കാണുന്ന ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം വീട്ടിലെ പെൺകുട്ടികളും സ്ത്രീകളും പോലും ഇതേ ഒരു വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ കണ്ട ടെലിഗ്രാം ചാനലിൽ മാക്സിമം ഭൂരിഭാഗം ആൾക്കാരുണ്ടായിരുന്നത് ഓർഡിനറി ആയിട്ടുള്ള മലയാളി പെൺകുട്ടികളും സ്ത്രീകളും തന്നെയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അത് കോൾ ഔട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ സെലിബ്രിറ്റി ഇൻഫ്ലുവൻസേഴ്സിനെ തന്നെ ഫസ്റ്റ് കോൾ ഔട്ട് ചെയ്യണമെന്ന് തോന്നിയത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം കോണ്ടന്റ്സ് കണ്ടാലോ അല്ലെങ്കിൽ ഇത് സർക്കുലേറ്റ് ചെയ്യുന്ന ചാനൽസ് ശ്രദ്ധയിൽപ്പെട്ടാലോ ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ചെയ്ത് ഇതിനൊരു എൻഡിൽ എത്തിക്കണം. കാരണം ഇപ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഓൾറെഡി നിൽക്കുന്നത്. ഇത് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയത്തില്ല. നാളെ കാലത്ത് നമുക്ക് പരിചയത്തിലുള്ള ഒരാൾക്ക് പോലും ഇത് വന്നാലും ഇതുപോലൊരു ചതിയിൽ അവർ ചെന്ന് പെട്ടാലും നമ്മൾ ചിലപ്പോൾ നോക്കി നിൽക്കേണ്ടി വരും. സംഭവം പറഞ്ഞത് കറക്റ്റ് ആണ്. പക്ഷെ ഒരു ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ റിപ്പോർട്ട് അടിച്ച് അവരുടെ ചാനൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു ഓപ്പൺ ആക്കുകയാണ്. ശരിക്കും ഗവൺമെന്റ് ആണ് ഇതിൽ ഇടപെടൽ നടത്തേണ്ടത്. ഗവൺമെന്റ് ഇപ്പൊ ഇവരുടെ ഫോട്ടോ വെച്ചിട്ട് ഇവരുടെ മുഖം വെച്ചിട്ട് എന്തായാലും വെരിഫിക്കേഷൻ ചെയ്യാതെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല, അതിലൂടെ ഏൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ ചെയ്യുന്ന ആ അക്കൗണ്ടുകൾ ഇവിടെ കാണാൻ കഴിയാത്ത രീതിയിലാക്കാൻ ഗവൺമെന്റിനെ കൊണ്ട് കഴിയും, സൈബർ സെല്ലിനെ കൊണ്ട് കഴിയും. ഇവിടെ പ്രസിഡന്റ് ഒപ്പുവെച്ചിട്ടുള്ള ഒരു നിയമമുണ്ടല്ലോ, ആ നിയമം എന്തുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് നടപ്പിലാക്കാൻ വിട്ടുകൊടുക്കുന്നില്ല? എന്തുകൊണ്ട് ഉത്തരവ് കൊടുക്കുന്നില്ല? ഉത്തരവ് കൊടുക്കണ്ടേ? ഉത്തരവ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൂട്ടിക്കാൻ കഴിയും. ഒരുപാടെണ്ണം. ഇവര് മനസ്സിലാക്കാതെ പോകുന്ന മറ്റേ ഏറ്റവും വലിയ അപകടമാണ് AI വെച്ചിട്ടുള്ള ഈ പരിപാടികൾ. അവരവരുടെ ചേഷ്ടികൾ കാണിക്കുന്ന വീഡിയോസ് അവരുടെ പ്ലാറ്റ്ഫോമിൽ സബ്സ്ക്രിപ്ഷൻ വഴി കാണാൻ വിട്ടുകൊടുക്കുകയാണ്. ആ വീഡിയോ അവിടെ സ്ക്രീൻ റെക്കോർഡോ മറ്റുള്ള രീതികളിൽ ഉപയോഗിച്ചുകൊണ്ട് എവിടെയെങ്കിലും വേറെ വൃത്തികെട്ട രീതിയിൽ കുത്തിക്കയറ്റി കഴിഞ്ഞാൽ ഇവരറിയുമോ? ഇവരെന്ത് പറഞ്ഞ് കേസ് കൊടുക്കും? നിങ്ങൾ എന്തായാലും ഇത്ര കാണിച്ചു കൂട്ടിയതല്ലേ, അതുകൊണ്ടല്ലേ പണി കിട്ടി എന്നല്ലേ സമൂഹം പറയുള്ളൂ, അല്ലേ? അതന്നെ അധപ്പതനത്തിന്റെ അങ്ങേയറ്റാന്നുള്ളതാണ്. അതായത് മാനം വിറ്റ് ജീവിക്കുന്ന ആളുകൾ, വൃത്തികേട് കാണിച്ച് ജീവിക്കുന്ന ആളുകൾ, ഭാവിയിൽ അവർക്ക് എന്ത് സംഭവിച്ചാൽ ആളുകൾ മൈൻഡ് ചെയ്യില്ല. ഇപ്പൊ രണസുനയുടെ അവസ്ഥ നമ്മൾ കണ്ടതാ. ആരും താല്പര്യമില്ല ഒരാൾക്ക്. അമ്മാതിരി വീഡിയോസ് പുറത്തു വന്നു. പിന്നെ പണമുള്ള ആളുകളുടെ മക്കള്, അവര് പണം ഉണ്ടാക്കാൻ വേണ്ടി ഈ വഴി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അപകടം പിടിച്ച വഴികളിലൂടെയാണ് നമ്മുടെ ഈ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു സംസ്കാരമുണ്ട്, അത് സ്നേഹത്തിന്റെ സംസ്കാരമാണ്, മാന്യതയുടെ സംസ്കാരമാണ്. ആ സംസ്കാരം വിറ്റ് പണയം വെച്ചിട്ടാണ് ഇപ്പൊ ഈ ഊളത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ രണസുനയുടെ വളർന്നു വരുന്ന മകൻ ചിലപ്പോൾ ചോദിച്ചേക്കാം, എന്തിനാണ് അമ്മ അങ്ങനെ ഒരു വഴി സ്വീകരിച്ചത്, എന്തൊക്കെ മാന്യമായി തൊഴിലുണ്ടായിരുന്നു ജീവിക്കാൻ എന്ന് നാളെ ചോദിക്കും. അതുപോലെ തന്നെ ഈ വഴികളിലൂടെ ജീവിക്കുന്ന ഒരാൾക്കും പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇറങ്ങി നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ നാണക്കേട് കൊണ്ട് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരവസ്ഥ ഭാവിയിൽ വന്നിരിക്കും. ഇല്ലെങ്കിൽ എന്നതാ ഇങ്ങനെ വിളിച്ചോ. ഈ രീതിയിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും നാളെ അനുഭവിക്കാൻ പോകുന്ന വിഷയം ഞാൻ പറഞ്ഞത്. വൃത്തികേട് കാണിച്ച് ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും നാളെ സമൂഹത്തിന്റെ മുന്നിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിലായിരിക്കും. ഇവിടെ വേദലക്ഷ്മി ചൂണ്ടിക്കാണിച്ച ഏറ്റവും അപകടകരമായ കാര്യമാണ് ആ AI സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നാളെ പണി നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത്. 2, നമ്മുടെ മക്കളോ നമ്മളെ വേണ്ടപ്പെട്ട ആളുകളോ ഈ വഴികൾ സ്വീകരിച്ചാൽ അപ്പോൾ മാത്രമായിരിക്കും നിങ്ങൾ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ വരിക. നമ്മുടെ കുടുംബത്തിലോ വീട്ടിലോ ആരെങ്കിലും ഈ രീതിയിൽ ജീവിച്ചു തുടങ്ങിയാൽ ആ കുടുംബത്തിലെ ഒരാൾക്ക് പോലും നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയില്ല. നാണക്കേട് പേറിക്കൊണ്ട് ജീവിക്കേണ്ടി വരും. അഞ്ജിത നായർ അറിയില്ലേ? ചേച്ചിയും അതേ പരിപാടിയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് വൃത്തികെട്ട രീതിയിലുള്ള സബ്സ്ക്രിപ്ഷൻ വീഡിയോസും മറ്റുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെയുള്ള ഞരമ്പന്മാരെ വിറ്റ് കാശാക്കുകയല്ലേ അവർ ചെയ്യുന്നത്, നല്ലത് തന്നെ എന്നുള്ളത്. പക്ഷെ ആ വാക്ക് ഞാൻ ഇവിടെ തിരുത്താൻ പോവുകയാണ്.
ഇവിടെയുള്ള ഞരമ്പന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ജീവിക്കേണ്ടത്? മാനം വിറ്റാണോ ജീവിക്കേണ്ടത്? തൊഴിലുറപ്പിന് പോയിട്ടാണെങ്കിലും കൂലിപ്പണിക്ക് പോയിട്ടാണെങ്കിലും നല്ല ആ നട്ടല് നിവർത്തിക്കൊണ്ട് ജീവിക്കണ്ടേ? അപ്പോഴാണ് കൂടുതലായിട്ട് എന്തെങ്കിലും പറയണോ? ഞാൻ കൂടുതൽ പറഞ്ഞ് ശരിയാവില്ല, അതുകൊണ്ടാണ്. നിങ്ങൾ തന്നെ അഭിപ്രായം പറയാ, പരമാവധി ഷെയർ ചെയ്യുക. ഈ ഒരു അപകടത്തെ കുറിച്ചിട്ട് രണസുനയൊക്കെ അറിയുന്ന ആളുകളുണ്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നാളെ കിടന്ന് മോങ്ങിയിട്ട് കാര്യമില്ല എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നാളെ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും വേണ്ടപ്പെട്ട ആളുകൾ മുഖത്ത് കാർക്കിച്ച് തൂക്കുന്ന അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഈ വഴി തെരഞ്ഞെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു താക്കീതെങ്കിലും കൊടുക്കുക. ഒരൊറ്റ തവണ മതി, പിന്നെ പറയേണ്ടതായിട്ടില്ല. കാരണം നാളെ നമ്മളത് പറഞ്ഞില്ല എന്ന് കരുതിക്കൊണ്ട് നമുക്കൊരു ഖേദം പാടില്ലല്ലോ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ, സൈനിങ് ഓഫ്.